പടം പുള്ളി സൂപ്പർ. ദിലീപേട്ടന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പടത്തിലുണ്ട്. ദിലീപേട്ടന്റെ ഒരു പക്ക കോമഡി പടമാണ്. കാണുക എല്ലാവർക്കും. അല്ല, ഇന്നത്തെ സമൂഹത്തിന് പറ്റിയൊരു വളരെ അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ്റെ എനിക്ക് തോന്നുന്ന കുറേ നാളുകൾക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ്. അടിപൊളിയാണ്. ത്രൂ ഔട്ട് എൻ്റർടൈൻമെൻറ്റാണ്. പ്ലസ് ഇന്നത്തെ സമകാലിക വിഷയം പറയുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്താ പറയുക, ഒരു ടൈലൻറ്റിലൊരു നല്ലൊരു മെസ്സേജും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ടൈം. പിന്നെന്താ പറയുന്നത്, ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥ ജനഗണമന എഴുതിയ ആളാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനുണ്ട്. പ്ലസ് ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ക ഫാമിലി എന്റർടൈനറാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമയാണ്. താങ്ക് യു. ദിലീപേട്ടനെ അങ്ങനെ വിളിച്ചോ? അടിപൊളി. നല്ല ഡയറക്ഷൻ നല്ലതാണ്. പടം കണ്ടിട്ട് നല്ല പടമായിരുന്നു. പണ്ടത്തെ ദിലീപേട്ടൻ്റെ അതേ പക്ക ഒരു കോമഡി പടമാണ്. കോമഡി മാത്രമല്ല, എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യപ്പെട്ട എല്ലാം ഉണ്ടായിട്ടില്ല. നന്നായിട്ടുണ്ട്. ചിഞ്ചുറാണി സൂപ്പർ, നായിക സൂപ്പർ. പടം ഉണ്ടായിരുന്നു. ഹായ്, നമ്മുടെ പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി. ആ സിനിമയിൽ എനിക്കും ഒരു വേഷം ചെയ്യാൻ എത്തും. ഒത്തിരി ഒത്തിരി സന്തോഷം. ദിലീപിന്റെ കൂടെയൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അത് തന്നെ വളരെ സന്തോഷം. ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒന്നും മെച്ചം. ആഹാ, ഒരുപാട് സന്തോഷം. എൻ്റെ പേര് KPC പത്മ. ദിലീപിനെ കണ്ടപ്പോൾ എന്താ പറയണ്ടേ, എന്താ നന്ദി, ഹാപ്പി. താങ്ക് യു. നല്ല നന്നായിട്ട് കഥയുണ്ട്, ചിരിക്കാനുണ്ട്, കഥയുണ്ട്. ബെസ്റ്റ് പടം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പടമാണ്. ഞാൻ ഈ പടത്തിനകത്തൊരു ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങളുടെ കഥയും കൂടി കേട്ടോ, യൂട്യൂബേഴ്സിന്റെ ഒക്കെ കഥയും കൂടെ എല്ലാവരും കാണണം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്. അതെ, നല്ല മൂവിയായിരുന്നു. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ പണ്ടത്തെ നമ്മുടെ ദിലീപേട്ടനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള നല്ലൊരു ഫിലിമായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല അടിപൊളി, നമുക്ക് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിന് കുറച്ച് നമുക്ക് സങ്കടം വരുന്ന രീതിയിൽ തന്നെയാണ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. ദിലീപേട്ടന്റെ സോളോ ഹിറ്റാണിത്. നല്ല കോമഡിയാണ്. നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് നന്നായിട്ട് പോയിരുന്നത് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു ദിലീപ് തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ള അടിപൊളിയാണ്. അടിപൊളി പടം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് പൊളിച്ചു. ഒരുപാട് സ്നേഹമൊന്നും തരണ്ട. നമ്മൾ ഈ സിനിമ കാണാൻ നിങ്ങൾ തിയേറ്ററിലേക്ക് പോയോ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സുണ്ട്. അത് ഗ്യാരണ്ടിയാണ്. ഈ സിനിമ മനസ്സുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കേണ്ട സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇപ്പോൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമ, പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകർ. ഫാമിലീസ് വെൽക്കം ബാക്ക് ടു തിയേറ്റേഴ്സ്. അതാ ഞാൻ പറഞ്ഞത്, ഒന്നും പറയുന്നില്ല. നിങ്ങളെന്ന് വായോ, വളരെ സിമ്പിൾ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കരുത്. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാവും. അത് ഗ്യാരണ്ടിയാണ് അല്ലേ? റിപ്പോർട്ടായി എല്ലാവരും പോയി കണ്ടിട്ട് ഇതിന്റെ വിധി എഴുതി. നിങ്ങൾ കണ്ട ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ആണല്ലോ നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്തത്. ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബൈറ്റ് എടുക്കുന്നതിൽ ഒരു യൂസും ഇല്ല ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത്
ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും. എൻ്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലോ ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമയാണ്. നമ്മുടെ ഡേ 1 പോലെ ഞാൻ ടീം പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടനെ സംബന്ധിച്ച് ഒരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു നല്ല സിനിമ എല്ലാം കറ തികഞ്ഞ തീർത്ത ഒരു പക്ക ഫാമിലി എന്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം. കണ്ടവരെല്ലാവരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാ തിയേറ്ററുകളിലും വിളിച്ചു, അവരെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കാത്തിരുന്ന് കാണാം. ദിലീപേട്ടൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കഥയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിലീപേട്ടൻ തന്നെ പറയുന്നത് ഞാൻ ചെയ്ത് ശരിയാവുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ചെയ്താലേ ശരിയാകുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള റിസൾട്ട് എന്തായാലും തിയേറ്ററിൽ തീർച്ചയായിട്ടും ദിലീപേട്ടൻ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്നൊരു സിനിമയാണ്. കാരണം നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ദിലീപേട്ടന് ഒന്നുമില്ലാത്ത ഇടപെടാതെ അല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ പുതിയ ടീമിന് ഈ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്തു തന്ന ഒരു സിനിമയാണിത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ എത്ര സിനിമകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിലീപേട്ടനെ ഈ സിനിമയ്ക്ക് ഒരു കമ്പാക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു വിശ്വാസം. അത് ഒരു പുതിയ ഡയറക്ടറാണ്, ഒരു പുതിയ ഡയറക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഷാരിഷ് പോലെയുള്ള റൈറ്റർ, നമ്മുടെ ബാനർ, ഇതെല്ലാം ആ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദിലീപേട്ടൻ വിളിച്ചോ? തീർച്ചയായിട്ടും ഇപ്പം വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. പുള്ളിക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും നന്നായിട്ട് ഹ്യൂമറൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞു. ശരി, താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ 2.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് എടുത്തത്. 2 മണിക്കൂർ 10 മിനിറ്റുള്ള 12 മിനിറ്റുള്ള സിനിമയാക്കി ഇത് മാറ്റി. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, ഇതിലൊക്കെ ഒരുപാട് ഹ്യൂമറുകളുണ്ട്, കുറച്ചും കൂടെ ഇമോഷൻസ് ഉള്ള സീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ വെട്ടിമാറ്റി കറക്റ്റായിട്ടുള്ള ഈ സിനിമ ഫുൾ പാക്കഡ് എങ്ങനെയാക്കാമോ അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു സിനിമയാക്കി മാറ്റിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ സിനിമ എത്തിച്ചത്. ഓക്കെ, താങ്ക് യു. സമയത്ത് അവർ ചിരിക്കുമ്പോൾ നമ്മൾ കരയുമ്പോൾ ഓഡിയൻസ് ആയിട്ടുള്ള കരച്ചിലൊക്കെ കണ്ടപ്പോൾ സോ ഹാപ്പി. എല്ലാവർക്കും കണക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി. ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞു ഫുൾ സ്മൈലാക്കി. സുധു വാച്ച് കണ്ടിട്ട് നിങ്ങളായിട്ട് അഭിപ്രായം പറയും. എനിക്കതായിരിക്കും കുറച്ചുകൂടെ ഞാൻ ആക്ച്വലി ചേട്ടനെ കുറിച്ച് പറയാൻ ഒന്നും ആയിട്ടില്ല. ബിക്കോസ് അത്രയും ഈസ് എ ലെജൻഡ് ആക്ടർ. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ പോലും ഇറ്റ് ഇസ് ലൈക്ക് എവറി സെക്കൻഡ് ഞാൻ പുതിയതായിട്ട് പഠിക്കണ പോലെ. അത് മാത്രമല്ല ഒരു ഇമോഷൻ നല്ല നല്ല സീക്വൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ലിറ്ററലി ഫ്രണ്ടിൽ നിന്നിട്ട് എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനൊരു 10 മിനിറ്റ്സോളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മച്ച് ഇൻറ്റൻസ്. നേരിട്ട് നമ്മൾ ടി വിയിൽ കാണുന്ന പോലെയല്ല, ലൈവിൽ കണ്ടപ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ്. അത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നാണ് ഫീൽ ചെയ്തത്. സോ കാണും, എല്ലാവരും വീട്ടിൽ എല്ലാവരെയും കൊണ്ടുപോയി കാണും. നല്ല പ്യോർലി ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും കൊണ്ടുപോയി കണ്ടിട്ട് ഞാൻ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിവ്യൂസ്. സോ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ചേട്ടൻ അത്രയും കംഫർട്ട് നമുക്കൊരു സ്പേസ് തന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് എവറി സെക്കൻഡ് ചേട്ടൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് ഇനി എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ വളരെയധികം സന്തോഷം. വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം സന്തോഷം. ദിലീപേട്ടന് നല്ലൊരു സിനിമയായിരിക്കും. എല്ലാവരും ഒരു കൂട്ടായ്മയിലുള്ളൊരു സിനിമയാണ്. വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണുക. ഞങ്ങൾ വിനയപുരസ്സരം അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ പുതുമുഖ നായിക ഒരുപാട് സന്തോഷം. കുറച്ച് ബാക്കിൽ നിൽക്കോ. അതിന്റെ ഔട്ട് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങൾ 100% റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. ഇതിന് എന്ത് കുറവുണ്ടെങ്കിലും അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കുറവാണ്. ഇതിന്റെ വിജയമാണെങ്കിൽ അതിന്റെ എല്ലാ ക്രൂവിനും അവകാശപ്പെട്ടാണ്. ഇതിന്റെ ഡയറക്ഷൻ ടീം, മ്യൂസിക് ഡയറക്ടർ, എല്ലാവരും തീർച്ചയായും
തീർച്ചയായും ഇത് ഒരു കൂട്ടായ്മയുടെ സിനിമയാണ്. ഇവിടെ കുറേ അധികം ആളുകളുടെ കഷ്ടപ്പാടിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമയാണ്. എല്ലാവരും കൂടി കട്ടയ്ക്ക് നിന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അവർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ സിനിമ സമർപ്പിക്കുന്നു. ഈ സിനിമ നല്ല രീതിയിൽ വന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ദിലീപേട്ടൻ്റെ ഒരു സോളോ ഹിറ്റ് തന്നെ പറയാമല്ലോ നമുക്ക്. ദിലീപേട്ടൻ്റെ നല്ലൊരു സിനിമയാണ്. ദിലീപേട്ടൻ ചെയ്തേക്കുന്നതിൽ നല്ലൊരു സിനിമകളിൽ പെടുന്ന ഒരു സിനിമ ആയിരിക്കണമെന്ന് ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉള്ള ആളുകളാണ്. ഇതാണ് ദ ഫാമിലി ബിഹൈൻഡ് പ്രിൻസ്. ഈ പ്രിൻസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. ഒരു ഫാമിലിയാണ്. ബിനോയ് നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. ഡയറക്ഷൻ ടീമിലുള്ള കോറേറ്റേഴ്സ് ആണ് അവരെല്ലാവരും. ഇവരെല്ലാവരും അവരോട് സംസാരിക്കും തീർച്ചയായും. കാരണം ഒരു സാധാരണ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ വന്ന പോലെ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം അത്രയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് ഈ സിനിമ വളരെ മനോഹരമാക്കണമെന്ന് അത്രയും കൂടെ നിന്ന ആളുകളാണ്. അപ്പം അതിനകത്ത് ഒരു കൂട്ടായ്മയിൽ ഒരു നല്ലൊരു സിനിമ ഉണ്ടായതിൽ വളരെയധികം സന്തോഷം. ആദ്യ സിനിമ തന്നെ ഇങ്ങനെ ഒരു ഫാമിലി ചിത്രം ചെയ്യാൻ പറ്റിയതിലും കുറേ അധികം നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു.